എന്നാ അമ്മേ ഞാൻ കുറേ സമയമായി നിങ്ങളെ നോക്കുന്നു. എന്നാ നിങ്ങൾക്ക് എന്തോ പോലെ 2-3 ദിവസമായല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒരു വിഷമോ എന്നാ നിങ്ങൾക്ക് പറ്റിയേ? എന്നാന്നും പോണേ കുറേ ദിവസമായി എനിക്ക് നെഞ്ഞത്തുനിന്ന് എന്തോ ഒരു വിങ്ങല് പോലെയാ, എന്തോ ഒരു വിഷമം. എനിക്ക് എന്നാന്ന് പറയാൻ അറിയില്ല. അത് നെഞ്ഞത്തുനിന്ന് കൊളത്തി വലിയാ? എന്നാ പിന്നെ മാറ്റി നമുക്ക് ECG എടുത്തിട്ട് വരാം, പോയി കാണിക്കാൻ ഒരുക്കാം. ECG എടുക്കാൻ ഞാൻ വരൂല, അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. എനക്ക് എന്തോ ഒരു ടെൻഷനാണ്, അല്ലാണ്ട് വേറെ ഒന്നും അസുഖമല്ല. ECGന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ടേ വേണ്ട, പിന്നെ എന്തെങ്കിലും ആയിട്ട് എന്നെ പറയറേ. ഓ ഒരാള് വരുന്നുണ്ട്. ഓ നീടി ഉണ്ടേനു. ഇന്ന് നീ പണിക്കോയിട്ടില്ല? 2-3 ദിവസമായി എനിക്ക് പണിയും തിരക്കുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാതെ. ഇവിടെ കാണാനായിട്ട് ആ മനക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. എന്നിട്ടാണ് ഞാൻ ഈ വെള്ളരിക്കൊക്കെ കൂട്ടാൻ വെക്കാൻ കൊടുക്കിട്ടും വന്നത്. എന്നാണ് ഒരു വെള്ളരിക്ക കൊണ്ടുപോയി കറി വെച്ചോ? എൻ്റെ കറിയെല്ലാം ആയപ്പോ ഇന്ന് നാളെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ എന്തെല്ലാം ആണ് കുറേ സ്ഥലം ഇങ്ങോട്ട് വരാത്തത്? എന്നാ എവിടെയും വരേണ്ടത്? അവിടെ പണിയില്ലായിട്ടാ. പണി ഓലയും മട്ടിലും വളപ്പ് നിറച്ചുകൊണ്ട് കൊണ്ടിട്ടിട്ട് അത് അരക്കോ കൊത്തുവോ ചെയ്യണ്ടേ? മഴ നാളാന്ന് പറയുന്നത് നിങ്ങൾ പെയ്യില്ലേ? അതിനാടെ ആളില്ലേ? മോനോളില്ലാണ്. ആളുണ്ടായിട്ടെന്നാ വേണ്ടേ? പണിയെടുക്കാനാ വന്നിട്ട് 8 മണിക്ക് 5 മിനിറ്റുള്ളവരെ എണീച്ചിട്ട് വരും. എന്നിട്ട് വന്ന് ഒരിക്കൽ അങ്ങനെ ഇങ്ങനെ ആക്കി എല്ലാ പണിയും ഒരുങ്ങിയിട്ടാകുമ്പോൾ എണീച്ചിട്ട് ഇങ്ങ് വന്നിട്ടാകുമ്പോൾ പോയി പിന്നെ 2 തുണി എടുത്ത് കൂടെ പോയി തിരുമ്പും. അതാ പണി. ഈടുത്തതും അങ്ങനെ തന്നെയാണ്. ഈടിയില്ലേ ഒന്ന് ഈടുത്തതും അങ്ങനെ തന്നെയാണ്. ഒരു പണി എടുക്കൂല, ഉച്ച വരെ കിടന്നുറങ്ങിട്ട് എണീച്ച് വരും. എല്ലാ പണിയും ഞാൻ തന്നെയാണ് ഇടുന്നത്. ഞാനൊന്നും പറയലില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടെന്നാ വേണ്ടേ? പറഞ്ഞാലങ്ങ് തലയിൽ കിടക്കുന്നതായതല്ലോ. ഒന്നും അതുകൊണ്ട് ഞാനൊന്നും പറയില്ല. നമ്മളെ നമുക്ക് കയ്യും കെടുത്തോളുക, അങ്ങാട് പോയിക്കോളും. നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ എടുത്തോളേ. ഒരുപാട് നമുക്ക് നിൽക്കാം. അങ്ങനെ പോകുന്നു. എന്താ വേണേ നിനക്കൊന്ന് കേൾക്കണേ പ്രസന്നെ. ഇന്ന് നമ്മളെ മൂപ്പർ വരുമ്പം മീൻ കൊണ്ടെന്ന് എപ്പോ ഒരു 7 മണിയാകാനായിരുന്നു. ഞാനെന്നാ വേണ്ട, ഞാൻ ഓളോട് പറഞ്ഞു ഇടവരയ്ക്ക് മീൻ മുറിച്ച് അത്. അന്നേരം ഓള എന്നോട് എടുത്ത വായിക്ക് പറഞ്ഞു ഞാനിപ്പം കുളിക്കുകയും ചെയ്തു, എനിക്ക് കഴിയില്ലാന്ന്. ഞാനെന്നാ വേണ്ടേ, അനക്കത് മുറിക്കാണ്ടിരിക്കാൻ കഴിയാ, കൊണ്ടുവന്നിട്ട് വെച്ച് കൊടുക്കണ്ടേ. ഞാനത് മുറിച്ചവിടെ വെച്ച് മൊളീസം വെച്ച് അത് വെക്കാൻ മുമ്പിലേ കോരി തിന്നോളൂ. അപ്പൊക്കത് കുളിച്ചിടാതെ തിന്നാൻ പറ്റുക? നീ പറയണേ ആരെ ഭാഗത്താ ശരിയെന്ന് തെറ്റ് പറ. എല്ലായിടത്തേക്കും അധികം തന്നെയാണ്. പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം സാമലേച്ചി. ഒന്ന് 2 എണ്ണം ഇടുന്നെങ്കിൽ ഓരോന്നും കൊളത്തി കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ മക്കൾക്ക് ഭാര്യ മാറായി, അത്രയേ ഉള്ളൂ. ഇപ്പൊ എത്ര ആള്, എത്ര മക്കള് പെണ്ണ് കാണാൻ പോയിട്ട് ആർക്കും കൊണ്ടാ ശരിയാകുന്നു. ഇത് ഇങ്ങനെ കിട്ടിയോണ്ട് നമുക്ക് നമ്മളെ മക്കൾക്ക് ഒരു ജീവിതം ഉണ്ടായി. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കുളിച്ചാലെന്നാന്ന് മീനോളം വേക്ക് പറ്റിപ്പോവുക? നമ്മളെല്ലാം കുളിച്ചിട്ട് മീൻ മുറിക്കുന്നില്ലേ? കൊണ്ടുവന്നാലും വെച്ചു കൊടുക്കാണ്ടിരിക്കാൻ കഴിയാ? ഇന്നാന്ന് അനുഭവിക്കലെന്നെ കഴിച്ചു പോയില്ലേ, ഇനൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ അമ്മായിയമ്മനെ എങ്ങനെ കൊണ്ടു നടന്നേ? ഇപ്പോഴുള്ള പിള്ളേർ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടാ? പിന്നെ വേണ്ടേ, കഴിച്ചു പോയി, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പോട്ടെ, എനിക്ക് ലേശം നട്ടിക്ക് വെള്ളം നനക്കാനുണ്ട്. ലേശം പയറും ഇതെല്ലാം നട്ടിന്, തക്കാളിയെല്ലാം, അതിന് വെള്ളം നനക്കണം. പിന്നെ ഇവിടെ വരുന്നവരെ എനിക്ക് എന്തോ ഒരു ടെൻഷനാണ്. ഇപ്പൊ അത് പോയി. ഞാനും അത് പറയാനാ പോന്ന്. എനക്കും ഇത്ര വരെ ഭയങ്കര ഒരു ടെൻഷനും കാര്യമായിരുന്നു. നാളെ നേരം ഉണ്ടെങ്കിൽ വരാട്ടാ. പിന്നെ എന്താ ഒരു ആശ്വാസം എന്നറിയാം സാമയിച്ച് വന്നിട്ട്. ആ കഥകളെല്ലാം കേട്ട് ഞങ്ങൾക്ക് നല്ല സമാധാനമായി. എത്ര ദിവസമായി ഞാനിങ്ങനെ നെഞ്ഞത്ത് എന്തോ ഇതായിട്ട് ഇങ്ങനെ കളിക്കുന്നു. ഇപ്പം എനിക്ക് നല്ല സമാധാനമായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വർത്താനെല്ലാം കേട്ടിച്ചിങ്ങനെ അങ്ങപ്പ ഒരു സമാധാനമൊക്കെ എടുക്കും. അത് ശരി, അപ്പൊ ഇതാന്നല്ലേ നെഞ്ഞത്തുനിന്നുള്ള കൊളത്തി വരികയും ടെൻഷനും. ആരാന്റെ കുറ്റവും കുറവും പറയുമ്പോ എന്തൊരു സമാധാനാണ്. പോട്ട് ഏതായാലും വയസ്സാം കാലത്ത് അങ്ങനെ ഒരു സമാധാനം കിട്ടുന്നുണ്ടെ കിട്ടട്ടെ, നടക്കട്ടെ.